are watching a master at work. ഏർലി 2000-ൽ ഏറ്റവും ഹോട്ടസ്റ്റ് ഹാച്ച് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ, മാരുതി സുസുക്കി സ്വിഫ്റ്റ്. അതേപോലെ 2009-ൽ ഓൺ ചെയ്ത് സിംഗിൾ ഹാൻഡ് ഡ്രിവൻ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് നമ്മൾ ഇന്നിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. വെൽക്കം, മൈസെൽഫ് ഡിക്രു, ഐ ആം ഫ്രം പ്രൊജക്ട് ഡി-വർക്സ്. മോഡൽ ഒരു പെട്രോൾ വേരിയൻറ്റ് വൈറ്റ് കളർ കാറുമായിട്ടായിരുന്നു ഇതിൻ്റെ കസ്റ്റമർ നമ്മൾ മീറ്റ് ചെയ്തിരുന്നത്. ഇത്രയും കാലം ഓൺ ചെയ്തതുകൊണ്ടും പുള്ളിക്ക് ഫ്യൂച്ചറിലേക്ക് ഇത് കീപ്പ് ചെയ്യാൻ താല്പര്യമുള്ളത് കൊണ്ടും ഇതിൻ്റെ റീസ്റ്റോറേഷൻ പോസിബിലിറ്റീസ് അറിയാൻ വേണ്ടിയായിരുന്നു പുള്ളി നമ്മളെ കോൺടാക്ട് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ പ്ലാനും ഐഡിയാസും എല്ലാം പറഞ്ഞ് പുള്ളിയുടെ ഒരു പ്രിഫറൻസും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ലുക്കിലേക്ക് ഈ വണ്ടി എത്തിച്ചിരിക്കുന്നത്. കസ്റ്റമറിൻ്റെ ഒരു മെയിൻ പ്രിഫറൻസ് എന്ന് പറയുന്നത് ഈ വണ്ടിയിൽ ഒന്നും തന്നെ ലൗഡായിട്ട് ചെയ്യേണ്ട എന്നുള്ളതായിരുന്നു. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നമ്മൾ ഇതിൽ വരുത്തിയിരിക്കുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള മോഡ്സാണ്. ഇതിൻ്റെ ഫ്രണ്ട് ബമ്പർ എന്ന് പറയുന്നത് നമ്മൾ കംപ്ലീറ്റ്ലി കസ്റ്റമൈസ് ചെയ്തിരിക്കുന്ന ഒരു ബമ്പറാണ്. ടൈപ്പ് 1 സ്വിഫ്റ്റിന് മോസ്റ്റ് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് നമ്മൾ ഈ വണ്ടിക്കും ചൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത് ഒരു പ്രൊജക്ടർ ലെൻസ് വരുന്ന ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ്ലൈറ്റ്സ് ആണ് നമ്മളിതിന് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളൊരു ട്രൈ കളർ ഫോഗും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇതിൽ 3 കളർ വേരിയൻറ്റും അതുപോലെ തന്നെ ഡിമ്മും ബ്രൈറ്റും ഫംഗ്ഷനും വരുന്നൊരു ഫോഗ് ലൈറ്റാണ് ഈ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ഫോഗ് ലൈറ്റ് ഇൻസ്റ്റാൾ ചെയ്തതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇൻസ്റ്റാൾ ചെയ്തതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ യാതൊരുവിധ യൂസും വരുന്നില്ല. ആക്ച്വലി ഈ ഒരു ഫോഗ് ലൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിൽ തന്നെ നമുക്ക് നല്ലൊരു വിസിബിലിറ്റിയും നല്ലൊരു വെട്ടവും ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്വിഫ്റ്റിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിനൊരു നല്ല 4 സെറ്റ് വീൽസ് ഇട്ടാൽ തന്നെ വണ്ടി കാണാൻ നല്ല ഭംഗിയാവും. കാരണം ഡിസൈൻ കൊണ്ടും അതിൻ്റെ ഒരു സ്ട്രക്ചർ കൊണ്ടും വളരെ സക്സസ്ഫുള്ളായ ഒരു വണ്ടിയാണ് സ്വിഫ്റ്റ്. ഇതിൽ തന്നെ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന വീൽസ് എന്ന് പറയുന്നത് 17 ഇഞ്ച് സൈസുള്ളൊരു വീലാണ്. 7.5J വരുന്ന ഒരു വീൽസാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. 7.5J എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഓൾമോസ്റ്റ് ബോഡി ലെവൽ തന്നെ നിൽക്കുന്ന വീലാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ആക്ച്വലി നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് ഒരു ക്രോം ആൻഡ് ബ്ലാക്ക് ഫിനിഷിലായിരുന്നു. നമ്മളിത് എടുത്ത് പർച്ചേസ് ചെയ്തതിന് ശേഷം വണ്ടി ബ്ലാക്ക് തീം ആയതുകൊണ്ട് നമ്മളൊരു ബ്ലാക്ക് ആൻഡ് കോപ്പർ എന്നുള്ളൊരു കോമ്പിനേഷൻ പെയിൻറ്റ് ചെയ്തിട്ടാണ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ചൂസ് ചെയ്തിരിക്കുന്ന ടയർ എന്ന് പറയുന്നത് 205/45 പ്രൊഫൈലുള്ള 17 ഇഞ്ച് ടയേഴ്സ് തന്നെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ വേണമെങ്കിൽ നമുക്ക് 40 പ്രൊഫൈൽ കുറച്ചും കൂടെ ഒരു ലോ പ്രൊഫൈൽ ടയേഴ്സ് യൂസ് ചെയ്യാമായിരുന്നു. പക്ഷേ അത് നമ്മൾ ഡ്രൈവിങ്ങിൽ ആ ഒരു കംഫർട്ട് നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു കോംപ്രമൈസ് വേണ്ട എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ 45 ചൂസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇല്ലയെന്നുണ്ടെങ്കിൽ 40 ആണ് ചൂസ് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു ഡ്രോപ്പ് നമുക്കിതിൽ വരുത്താൻ സാധിക്കുമായിരുന്നു. പിന്നെ ഉള്ളൊരു ആഡ് ഓൺ ആണ് നമ്മുടെ സൈഡ് സ്കേർട്ട്. സൈഡ് സ്കേർട്ട് ആക്ച്വലി മാൻഡേറ്ററി ആയിട്ട് നമ്മൾ എല്ലാ വണ്ടിയിലും ഇൻസ്റ്റാൾ ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്. ഇതിൻ്റെ ബാക്കിൽ വരുത്തിയിരിക്കുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ടെയിൽ ലൈറ്റ്സും കസ്റ്റമൈസ്ഡ് ബാക്ക് ബമ്പറുമാണ്. സ്പോയിലർ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് OEM സ്വിഫ്റ്റിന് വരുന്ന സ്പോയിലർ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ടെയിൽ ലൈറ്റ് കംപ്ലീറ്റ്ലി ആഫ്റ്റർ മാർക്കറ്റ് LED വരുന്ന ഒരു ടെയിൽ ലൈറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്വിഫ്റ്റ് ബാക്ക് ബമ്പർ വരുമ്പോഴത്തേക്കും ആക്ച്വലി സിംഗിൾ എക്സോസ്റ്റ് ടിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബമ്പറാണ് വരുന്നത്. പക്ഷേ നമ്മളിത് ഒരു ഡ്യുവൽ ടിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബമ്പറാക്കി കസ്റ്റമൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കസ്റ്റമറിൻ്റെ പ്രിഫറൻസും നമ്മളുടെ ഐഡിയയും കൂടെ കൊളാബ് ചെയ്തപ്പോൾ വന്ന ഏറ്റവും വലിയൊരു ആഡ് ഓൺ ആണ് ഇതിൻ്റെ എയർ സസ്പെൻഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഇഷ്ടാനുസരണം നമ്മുടെ വണ്ടി ബോഡി ഹൈറ്റ് റേസ് ചെയ്യാനും ലോവർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ് എയർ സസ്പെൻഷൻ. ഇതിനു വേണ്ടി നമ്മൾ വണ്ടിയുടെ ഉള്ളിലും നമ്മൾ കൺട്രോൾസ് കൊടുക്കുന്നുണ്ട്. ഇത് പോരാഞ്ഞിട്ട് നമ്മൾ ഒരു റിമോട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എയർ സസ്പെൻഷൻ്റെ ടാങ്കും കംപ്രസറും കാര്യങ്ങളും എല്ലാം നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഡിക്കിയിലാണ്. അപ്പോൾ പലർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഡിക്കി സ്പേസ് പോകില്ല എന്നുള്ളത്. നമ്മൾ ആക്ച്വലി ഡിക്കിയിൽ ഒരു കസ്റ്റം ലേഔട്ട് ബിൽഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ലഗേജ് കാര്യങ്ങളെല്ലാം പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല, ഡിക്കി സ്പേസ് വേണ്ട എന്നുള്ളവർക്ക് നമുക്ക് കംപ്ലീറ്റ്ലി കസ്റ്റമൈസ് ചെയ്ത് ഡിക്കി ഒരു ലേഔട്ട് വളരെ യുണീക്കായിട്ടും നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളുടെ കയ്യിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എയർ സസ്പെൻഷൻ കിറ്റുകൾ അവൈലബിൾ ആണ്. നമുക്ക് ഫോണിൽ കൺട്രോൾ ചെയ്യാനും റിമോട്ടിൽ കൺട്രോൾ ചെയ്യാനും അതേപോലെ തന്നെ ഈച്ച് വീൽ ഇൻഡിവിജ്വലി കൺട്രോൾ ചെയ്യാനുള്ള മൊഡ്യൂൾസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്.
അതൊക്കെ നമുക്ക് കസ്റ്റമർ പ്രിഫറൻസും ബഡ്ജറ്റും പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ ഓരോ വണ്ടിക്കും ചെയ്തു കൊടുക്കുന്നത്. ഇതിൻ്റെ പെയിൻറ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കളർ ഓപ്ഷൻസ് കസ്റ്റമറിന് ചൂസ് ചെയ്യാൻ വേണ്ടി കൊടുത്തായിരുന്നു. പക്ഷേ പുള്ളിയുടെ പ്രിഫറൻസ് അപ്പോഴും ബ്ലാക്കിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വണ്ടി ബ്ലാക്കിലേക്ക് കളർ ചേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻറ്റീരിയറും നമ്മൾ കംപ്ലീറ്റ്ലി ബ്ലാക്ക് എന്നുള്ളൊരു കോൺസെപ്റ്റ് തന്നെയാണ് ഇതിലും ചൂസ് ചെയ്തിരിക്കുന്നത്. ഈ പ്രൊജക്റ്റ് ഓൺ ഗോയിങ് ആയിരിക്കുമ്പോൾ തന്നെയായിരുന്നു ഈ വണ്ടിയുടെ റീടെസ്റ്റ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ കംപ്ലീറ്റ്ലി ഫോളോ അപ്പ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ എന്ത് തരം ഓട്ടോമോട്ടീവ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്സുകൾക്കും നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എന്ത് തരം ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വി ആർ അവൈലബിൾ അറ്റ് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ആൻഡ് വാട്സാപ്പ്. ആൻഡ് ദിസ് ഈസ് മീ ഡിക്രു സൈനിങ് ഓഫ് ഫ്രം പ്രൊജക്ട് ഡി വർക്ക്സ്. ആൻഡ് വൺ മോർ തിങ്, താങ്ക്സ് സ്റ്റോയ്ക്ക് ഹെവൻ ഫോർ പ്രൊവൈഡിങ് ദിസ് ബ്യൂട്ടിഫുൾ ടീഷർട്ട്സ്. ഇതേപോലെ തന്നെ ഓട്ടോമോട്ടീവ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ടീഷർട്ട്സുകൾ അവരുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട്.